വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് പിന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നും അതോടൊപ്പം തന്നെ ധാർമ്മികമായ വിദ്യാഭ്യാസം എന്ത് കളിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താണ് ലഹരിക്കെതിരെ എല്ലാരും ഗവൺമെന്റും മറ്റോരും ലഹരിക്കെതിരെ എന്ത് ലഹരിക്കെതിരെ മന്ത്രി പറഞ്ഞത് വ്യവസായമാണ് ഞങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. ആളുകൾ ചത്ത് ഒടുങ്ങിയതിന് വേണ്ടിയ വ്യവസായം തന്നെ ഫണ്ട് ഉണ്ടായാൽ മതി. ഇതാണ് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ അവസ്ഥ. കള്ള് നിരോധിക്കണം, കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞ് എന്താണ് കൈ ഓർത്തെന്താണ് മുദ്രവായും വിളിക്കുന്നു, പലതും ചെയ്യുന്നു. ഇത് ലഹരിക്കെതിരെ എല്ലാം ലഹരിക്കെതിരെ. അപ്പൊ തന്നെ പറഞ്ഞു ലഹരി നമ്മൾ ഉത്പാദിപ്പിച്ചാൽ നിർത്തൂടെ വെച്ചാൽ അത് വ്യവസായത്തിന്റെ കാര്യമാണ്. ആ വ്യവസായം കോടികൾ എന്താണ് ഈ വകുപ്പിലെന്താണ് സർക്കാരിന് വരുമാനമുണ്ട്. മനുഷ്യൻ ചത്തോട്ടം എന്നാലും ഇവിടെ വരുമാനം കിട്ടണം എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ ആയതുകൊണ്ട് അപ്പൊ നമ്മളെന്താണ് മുസ്ലിങ്ങളായ നമ്മളെന്താണ് 100% എന്താണ് ഈ ലഹരിയിൽ നിന്ന് വിരമിക്കണം. നമ്മളെ മക്കള് വിരമിക്കണം. നമ്മളെ മക്കളെന്താവണം ബുദ്ധിയുള്ള. എത്ര ദുർഗതിയാണ്. അള്ളാഹു മനുഷ്യരാ, നമുക്ക് എന്ന് ബുദ്ധിയല്ല. നാൽക്കാലിയേക്കാൾ നമുക്കുള്ള പ്രത്യേകത ബുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. ഇതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ആ പൊടി അങ്ങ് വാസനിച്ചു കഴിഞ്ഞാൽ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ബുദ്ധിയില്ല. എന്തു ആയിക്കോട്ടെ. മദ്യത്തിനെ കള്ളിനെ നിങ്ങൾ കുടിക്കരുത്. കാരണം കള്ളു കുടിക്കാനല്ല ഹോബി മാത്രല്ല, എല്ലാ ഷെറിന്റെ താക്കോലാണത്. അതല്ല ഉമ്മയെ വിചാരിച്ചത് അതുകൊണ്ടല്ലേ, ഉപ്പയെ വന്ന് വെട്ടിക്കൊന്നത് അതുകൊണ്ടല്ലേ. എല്ലാ ഷെറിന്റെ താക്കോല് ലഹരിയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അത് പൂർണ്ണമായ നിലക്ക് അതിന്റെ വിൽപ്പനയും അതിന്റെ ഉൽപാദനവും എല്ലാം തന്നെ നിരോധിച്ചുകൊണ്ടൊരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. അതിനുള്ളൊരു അവസ്ഥ എന്താണ്? അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന്